പോകും. ഒരു ദിവസം പോകുമായിരിക്കും, പിറ്റേ ദിവസം പോയി. എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഇത്ര മെമ്പർമാരോട് എല്ലാം പറഞ്ഞ് പഞ്ചായത്തിൽ പോയി പറഞ്ഞു. ഒത്തിരി നാളുകൊണ്ടുള്ള ഇത് ഈ പഞ്ചായത്തുകാർ ഒന്നും നോക്കാതിരിക്കുക. അത് അപ്പുറത്തെ പഞ്ചായത്ത് റോഡ് ഇന്റർലോക്ക് ചെയ്തതാ. 6 മാസമായില്ല, മൊത്തം കുലുങ്ങി താന്നിരിക്കുക. ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഇതുവരെയായിട്ട് മെമ്പർ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. മാസങ്ങളൊന്നുമില്ല, വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക. ഇപ്പം ചോദിക്കണമെങ്കിൽ പറയാം മഴയാ കാരണമെന്ന് പറയും. മഴയൊന്നും അല്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം റോഡ് ശരിയാക്കിയിട്ടേ ഇല്ല. മെമ്പറെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവിടുത്തെ ജനപ്രതിനിധികൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നമുണ്ടായിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. ബൈക്കിനകത്ത് ഇന്നലെ വീണു കാലെല്ലാം മുറിഞ്ഞു മാറ്റിയിരിക്കുന്നു എന്റെ മോന്റെ. കുട്ടികളും സ്ത്രീകളും അടക്കം യാത്ര ചെയ്യുന്ന വഴിയാണെന്ന് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും യാതൊരുവിധ നടപടിയില്ല. ഏകദേശം 2 വർഷത്തോളമായി ഇവിടുത്തെ ജനപ്രതിനിധികളോ ആരും തന്നെ തിരിഞ്ഞു നോക്കാനില്ല. മെമ്പറെ വെളിയിലും കാണാനും ഇല്ല. കഴിഞ്ഞ 2 വർഷമായി ഈ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ആദിച്ചനെല്ലൂർ 6-ാം വാർഡ് കുണ്ടുമൺ ഇടത്തറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ കുറച്ച് ദിവസങ്ങളായി ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ ഞങ്ങളെ വലിയൊരു വാർത്ത അറിയിച്ചു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ റോഡ് ഇടത്തറ, ഈ റോഡിലെ നാട്ടുകാരൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. കാരണം കഴിഞ്ഞ 2 വർഷമായി ഈ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ മഴക്കാലമാണ്. ഈ റോഡിലെ വെള്ളക്കെട്ട് കാരണം നിരവധി വാഹനങ്ങൾ, അതോടൊപ്പം സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർക്ക് പരിക്ക് സംഭവിക്കുന്നു. വാഹനങ്ങളൊക്കെ തന്നെ ഇതുവഴി കടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കുട്ടികളൊക്കെ തന്നെ വലിയ രീതിയിൽ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ വലിയ കഷ്ടപ്പെട്ടാണ് ഇതുവഴി വരുന്നത്. കുട്ടികളൊക്കെ വരികയാണ്. മക്കളെ, നിങ്ങൾ വെള്ളത്തിലൂടെയാണോ വരുന്നേ? ആണോ? അല്ലേ വെള്ളക്കെട്ടല്ലേ? ഇതുവഴി പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലേ? ഓക്കെ, അപ്പൊ സ്കൂളിൽ പോകുന്ന വഴിയാണല്ലേ? ആണോ? വെള്ളത്തിൽ ചവിട്ടിക്കൊണ്ടാണ് പോണത് അല്ലേ? ഓക്കെ, കുറെ കാലമായോ ഇങ്ങനെ? ആണല്ലേ? ഓക്കെ, നമ്മുടെ കൊച്ചു മക്കളൊക്കെ തന്നെ വലിയ രീതിയിൽ പറയുന്നുണ്ട്. അവർക്ക് വെള്ളത്തിൽ കളിക്കുന്നത് ഒരു സന്തോഷമാണെങ്കിൽ പോലും ഈ നാട്ടുകാരും ഒക്കെ തന്നെ പ്രതികരിക്കുകയാണ്. ചേട്ടാ, എത്ര നാളായി ഈ വെള്ളം ഇങ്ങനെ? ആണോ? 5 മക്കൾ ഇതിലേ കൂടെ ഈ റോഡേ പോകുന്നതാ. മാസക്കണക്കായി ഇവിടെ വെള്ളം കെട്ടി കാണും. പലയിടത്തും പറഞ്ഞ ആർക്കും ഒരു രക്ഷയും ഇല്ല. മെമ്പറെ വെളിയിലും കാണാനും ഇല്ല. ഓക്കെ, ഇവിടുത്തെ മെമ്പർ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, ഇടപെടുന്നില്ല. ആരാണ് ഇവിടുത്തെ മെമ്പർ? ആരാണ്? അനീഷ മെമ്പർ. ഓക്കെ, ഇങ്ങോട്ട് വരുന്നുമില്ല. അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നതും. നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ? പഞ്ചായത്തിലും കൊടുത്ത് എല്ലായിടവും കൊടുത്തു മോളെ. ഇനി പരാതി കൊടുക്കാനില്ല. ഇനി ഒരിടത്തും പരാതി കൊടുക്കാനില്ല എന്നുള്ളൊരു വലിയ രീതിയിലാണ് ഇവർ പ്രതികരിക്കുന്നത്. കാരണം 5 മക്കളായി ഈ സ്കൂളിൽ ഈ വെള്ളത്തിൽ കൂടെ പോകുന്നത്. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയത്തില്ല എങ്ങനെ പോകുന്നത്, ഏത് ബുദ്ധിമുട്ടില്ല കൊച്ചുങ്ങളെ കൊണ്ടാക്കുന്നതിന്. ഞാനാ കൊണ്ടുപോയി വരികയും ചെയ്യുന്നത്. പള്ളിപ്പുരയിലായാലും പള്ളിക്കുത്തിലായാലും. ഞങ്ങളെ വീട്ടിലൊന്നും വണ്ടി കയറുന്ന വീടല്ല, അകത്തോട്ട് പോകുന്ന വഴിയാ, നടവഴിയാ ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അപ്പൊ ഈ വഴി, ഈ റോഡിൽ ഇത്രയും വെള്ളക്കെട്ട് ഉണ്ടായ സമയത്ത് ഇവിടെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ബൈക്കിനകത്ത് ഇന്നലെ വീണു കാലെല്ലാം മുറിഞ്ഞു മാറ്റിയിരിക്കുന്നു എന്റെ മോന്റെ. ഓക്കെ, ഇപ്പൊ ഇരുചക്ര വാഹനങ്ങളാണെങ്കിൽ വലിയ വാഹനങ്ങളാണെങ്കിൽ തന്നെ കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ഈ റോഡ് പൊളിഞ്ഞു കിടന്നിട്ട് ഏകദേശം 2 വർഷത്തോളമായി ഇവിടുത്തെ ജനപ്രതിനിധികളോ ആരും തന്നെ തിരിഞ്ഞു നോക്കാനില്ല. ഏതായാലും വോട്ട് ചോദിക്കാൻ ഇവർ എത്തുന്നുണ്ടെന്ന് പറയുമ്പോഴും അവരുടെ യാതൊരുവിധ ക്ഷേമങ്ങളോ അന്വേഷിക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ ആരും ശ്രമിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്തുള്ള 1-2 പേരാണ് ഇവിടെ. നിങ്ങൾക്കൊക്കെ ഇത് സമാനമായ അവസ്ഥ തന്നെയാണോ? ഇരുചക്ര വാഹനം, 2 വീലറൊക്കെ ഓടിക്കുന്നവരാണോ? ആണ്. അപ്പൊ ഇത് തന്നെ അവസ്ഥയല്ലേ? ഞങ്ങൾക്ക് പോകാൻ വേറെ വഴിയില്ല. വഴിയില്ല. ഏക ഒരു വഴി ഇതാ, അങ്ങോട്ട് വയലാണ്. ഈ റോഡിന്റെ അറ്റം ചെന്ന് ചറുക്കി വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് താഴെ പോകും. അങ്ങനെ കിടക്കും ഈ റോഡിന്റെ അവസ്ഥ. ഓക്കെ, ഇത് എത്ര മീറ്ററോളം ദൂരത്തിലാണ്? 1 കിലോമീറ്ററോളം ഉണ്ടോ? മാസങ്ങളൊന്നുമില്ല, വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക. ഇപ്പം ചോദിക്കണമെങ്കിൽ പറയാം മഴയാ കാരണമെന്ന് പറയും. മഴയൊന്നും അല്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം റോഡ് ശരിയാക്കിയിട്ടേ ഇല്ല. മെമ്പറെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങോട്ട് ഒരു കാര്യത്തിനും വരാറില്ല. വോട്ട് ചോദിക്കാൻ വന്നായിരുന്നു, അതിനുശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ നാട്ടുകാരൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട്. ചേട്ടാ, എങ്ങനെയാണ് നിങ്ങൾ ഇതുവഴിയാണ് പോകുന്നത്? ഇതുവഴി തന്നെ പോകുക. എനക്കെല്ലാം തുണി 5,000 തുണി വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ്. ശരിക്കും ഇവിടെ ഇവർ മുട്ടൊപ്പ വെള്ളത്തിലാണ്. വലിയ രീതിയിൽ ഈ മഴ പെയ്യുമ്പോൾ മുട്ടൊപ്പ വെള്ളത്തിൽ തന്നെയാണ് ഇവർ പോകുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയ്ക്കൊരു ശമനം ഉള്ളതുകൊണ്ട് വെള്ളം താന്നു കിടക്കുന്നു. ഈ കുട്ടികളൊക്കെ, നിരവധി കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ്. ഈ റോഡ് നന്നാക്കാൻ നാളിതുവരെ യാതൊരുവിധ നടപടികളും കാണിച്ചിട്ടില്ല. ഇവരൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പഞ്ചായത്തിലടക്കം ഇവർ പരാതി കൊടുത്തിട്ടുണ്ട്, പക്ഷേ യാതൊരുവിധ ഫലവും കണ്ടിട്ടില്ല. ഈ ആള് വീണോ? ഓക്കെ, നല്ല വെള്ളം കയറി കിടന്നതായിരുന്നു. ബൈക്കിൽ വീണു. മുട്ടൊക്കെ ഒരഞ്ഞോ? ഓക്കെ, രാത്രിയായിരുന്നോ? അല്ലല്ല, പകലായിരുന്നു. ഇന്നലെ മഴ സമയത്തൂടെ വെള്ളം മൊത്തം ഫുള്ളായിരുന്നു. പിന്നെ വഴിയില്ല ബൈക്ക് തന്നെ. അപ്പൊ ഈ വെള്ളമൊക്കെ ഒഴുകി വിടാനും ഒന്നും ഒരു മാർഗവും ഇല്ല. ഇങ്ങനെ തന്നെ കെട്ടിരിക്കുകയാണ്.
അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓട നിർമ്മാണോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഈ വെള്ളമെങ്കിലും ഒന്ന് മാറ്റിവിടാനുള്ള യാതൊരു ഫുള്ള് വെള്ളവും ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരത്തിലാണ് ഇങ്ങനെ വെള്ളം ഇതേ രീതിയിൽ കെട്ടിക്കിടക്കുന്നത്. ഇത് മാത്രമല്ല, ഇവിടുന്ന് കുറച്ച് ദൂരത്തൂടി പോകുമ്പോഴത്തേക്ക് ഇത്രയും രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കുട്ടികളും സ്ത്രീകളും അടക്കം യാത്ര ചെയ്യുന്ന വഴിയാണെന്ന് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും യാതൊരുവിധ നടപടിയില്ല. ഇവർ ഇനി എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിലാണ് ശരിക്കും മാധ്യമങ്ങളെ സമീപിച്ചത്. ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ? വെള്ളം മാറ്റി റോഡ് ശരിയാ. പ്രദേശങ്ങളിൽ ശരിക്കും എത്രത്തോളം വീടുകളാണ്? 25 വീടുണ്ട് ഇവിടെ. 25 വീട്, ഏതാണ്ട് 10-50 പേര് താമസിക്കുന്ന വീടാണ്. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഇത്ര മെമ്പർമാരോട് എല്ലാം പറഞ്ഞ് പഞ്ചായത്തിൽ പോയി പറഞ്ഞ് അവർ വരും. ടെൻഡറായി ഇന്നലെ പറഞ്ഞ് പെട്ടി പൊട്ടിക്കും വന്ന് പണി തുടങ്ങും. എന്ത് നാശമായിട്ട്. ഈ നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു. ഇവർ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം. കാരണം ഇവർക്ക് ഈ പുറത്തേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ഇവിടെ നിന്ന് മെയിൻ ടൗണിലേക്കൊക്കെ പോകാനുള്ള പ്രധാന വഴിയാണ്. ആ വഴിയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ റോഡ് നന്നാക്കാൻ യാതൊരുവിധ നടപടിയില്ല. കഴിഞ്ഞ 2 വർഷമായി ഈ റോഡിന്റെ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇവിടുത്തെ പഞ്ചായത്ത്, നിങ്ങൾ ആദിച്ചനല്ലൂർ പഞ്ചായത്താണല്ലേ? ഓക്കെ, ആദിച്ചനല്ലൂർ പഞ്ചായത്തിലേക്ക് ശരിക്കും സ്ത്രീകളും കുട്ടികളും അടക്കം ബഹുജന പ്രക്ഷോഭമായി രംഗത്തെത്തിയിട്ടിരിക്കുന്നു. ഇവര് വലിയ രീതിയിൽ പഞ്ചായത്തിന് മുന്നിൽ തന്നെ പ്രതിഷേധിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്റെ വീടിന്റെ മുമ്പ് കൂടെയാണ് ഈ വെള്ളം മൊത്തം ഇങ്ങനെ പോകുന്നത്. ഞങ്ങൾക്ക് രാത്രിയാകുമ്പോൾ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കൊതുമായി ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഈ വെള്ളത്തിന് ഭയങ്കര സ്മെല്ലുണ്ട്. കൊച്ചുങ്ങൾക്ക് അസുഖങ്ങളാണ്. എന്റെ കൊച്ചിന് ശ്വാസം മുട്ടുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങൾ. ശരിക്കും ഇത് ഇത്ര നാളായിട്ടില്ല, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ തിരിഞ്ഞു നോക്കാനും ആളില്ല. നിങ്ങൾ ഇതുവരെയായിട്ട് പഞ്ചായത്തിലൊക്കെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചായിരുന്നു കേട്ടോ. അതിന്റെ ഒന്നും ഒരു അഭിപ്രായങ്ങളും വന്നിട്ടില്ല. ഒരു അഭിപ്രായമില്ല, നടപടിയില്ല, തിരിഞ്ഞു നോക്കാനും ആളില്ല. ഓക്കെ, ശരിക്കും ഇവർ ഒറ്റപ്പെട്ട ഒരു തുരുത്ത് പോലെ തന്നെ കിടക്കുകയാണ്. കാരണം ഇവര് തിരിഞ്ഞു നോക്കാനും ആളില്ല. ഈ പിള്ളേരടക്കം അല്ലെങ്കിൽ വലിയ ആൾക്കാരൊക്കെ തന്നെ പലപ്പോഴും ഇവിടെ വന്ന് വീഴുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം ഈ വെള്ളക്കെട്ട് കാരണം ഇവിടെ കൊതുകിന്റെ ശല്യം, അതോടൊപ്പം അസുഖങ്ങൾ ഉണ്ടാകുന്നു. ശരിക്കും നല്ല ദുർഗന്ധമുണ്ട്. ഇതെല്ലാം സഹിച്ചു വേണം ഈ നാട്ടുകാർ ഇവിടെ നിൽക്കേണ്ടത്. ഇവിടുത്തെ ജനപ്രതിനിധികൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നമുണ്ടായിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒത്തിരി നാളുകൊണ്ടുള്ള ഇത് ഈ പഞ്ചായത്തുകാർ ഒന്നും നോക്കാതിരിക്കുക. അത് അപ്പുറത്തെ പഞ്ചായത്ത് റോഡ് ഇന്റർലോക്ക് ചെയ്തതാ. 6 മാസമായില്ല, മൊത്തം കുലുങ്ങി താന്നിരിക്കുക. അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു നടപടി പഞ്ചായത്തിൽ നിന്നോ ആരെങ്കിലും എടുക്കണമെന്നാണ്. സ്ഥിരം പോകുന്ന ഇത് വണ്ടികളൊന്നും പോകാൻ പറ്റാതെ, കാരണം ഇപ്പോഴത്തെ ഈ പണിയുടെ ഭാഗം എല്ലാം കൂടെ വെച്ച് മൊത്തം തകരാറിലായി. വണ്ടിയുടെ സാധനങ്ങളെല്ലാം കംപ്ലൈന്റ്. ചെറിയ വാഹനങ്ങളല്ലല്ലോ, വലിയ വാഹനങ്ങളും പോകുന്നു. ഇവിടെ ഇന്റർലോക്ക് കമ്പനിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇതിലെ വേറെ വണ്ടികളൊക്കെ പോകുന്നു. മെയിനായിട്ട് റോഡ് ഇങ്ങനെ പെട്ടെന്ന് എല്ലാം കുഴപ്പത്തിൽ കിടക്കുക അവിടെ. ഇത് ഇവിടുത്തെ ഒരു ചേച്ചിയാണ്. ചേച്ചി, എങ്ങനെയുണ്ട് ഇതുവഴിയുള്ള യാത്ര? ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പൊ സ്കൂൾ തുറന്ന സമയത്ത് കുട്ടികൾക്കും പിന്നെ ജനിക്കുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. മെമ്പറോട് സംസാരിച്ചപ്പോൾ റെഡിയാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചേച്ചി ടെൻഡർ ആയെന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? കൊച്ചു പള്ളിപ്പരെ പോയിട്ട് എന്റെ കൊച്ചു മറിഞ്ഞു വീണു. അതിന്റെ തലയ്ക്കുന്ന ദിവസം എന്റെ കുഞ്ഞു മറിഞ്ഞു വീണു. 5 മക്കളെ ഈ റോഡേ കൊണ്ടുപോകുന്നത്. ഓരോരുത്തരുടെ വീട്ടിൽ വണ്ടി അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ അകത്ത് കയറും. ഞങ്ങൾക്ക് അകത്ത് കയറാൻ വണ്ടി ഇല്ലാത്തവരെന്തോ ചെയ്യും? വേറെ റോഡില്ല ഞങ്ങൾക്ക് പോവാൻ, വേറെ വഴിയില്ല. മറ്റുള്ളവരുടെ വീട്ടിൽ കൂടെ എന്ന് വിടുവോ? ഒരു ദിവസം പോകുമായിരിക്കും, പിറ്റേ ദിവസം എന്തോ ചെയ്യും? ഇപ്പൊ എല്ലാം കെട്ടിപ്പോയി വെച്ചേക്കാം. 4 വർഷം എല്ലാവരും കെട്ടിയടച്ച് വെച്ചേക്കുന്നവരുവാ. കണ്ടോ, മെമ്പർ പറയുന്നത് കേട്ടോ? ഞങ്ങള് മനസ്സിലായിട്ടായിരിക്കും അത് ഞങ്ങള് പറയുന്നത്. കടയിൽ ശരീരം നമ്മുടെ വീട്ടിനകത്തിരിക്കാന്നോ? ഏതായാലും ഒരു കാര്യം മാത്രം ഞങ്ങൾക്ക് മെമ്പറോട് പറയാനുള്ളത്, കാരണം ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഇതുവരെയായിട്ട് മെമ്പർ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെയായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓക്കെ, ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് നോക്കണ്ടേ? ഓക്കെ, ശരി. ഇത്ര ആൾക്കാർ ഒരുമിച്ച് പറയുന്നത് കൊണ്ടാണ്. ഇത്ര ആൾക്കാർ ഒരുമിച്ച് പറയല്ലേ?
കൊച്ചുങ്ങൾക്ക് കൊണ്ട് പോകാൻ പറ്റുന്നില്ല. സ്കൂളിൽ പോകുന്ന കൊച്ചു മക്കളല്ലേ. ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ ശരി, എന്തായാലും നിങ്ങൾ ഏതായാലും അടിയന്തരമായിട്ട് നടപടി എടുക്കുക കേട്ടോ. ഞാനങ്ങൾക്കൊന്നും പറയാൻ പറ്റിയോ? ഓക്കെ.